ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വചനഭാഗം. അറിയാം, ഈ ലോകത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ നിമിഷമാണ്. ജീവിതത്തില് ആരും ഇല്ലാതാകുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അറിയാതെ നിരാശയിലേക്ക് വീണു പോകാറുണ്ട് അല്ലെ. ചുറ്റും സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, ജോലി ഉണ്ടെങ്കിലും നമുക്കൊരിക്കലും സന്തോഷിക്കാനായിട്ട് സാധിക്കത്തില്ല. ജീവിതത്തില് നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോകും. അതുകൊണ്ടാണ് ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട്. ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ സഹായിക്കാനായിട്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നീറി കരഞ്ഞു കഴിഞ്ഞു പോയ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഈശോയുടെ ഈ വചനം നമുക്ക് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തില് നിനക്ക് സഹനം ഉണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മറിച്ച് നിന്റെ കൂടെ ഈ ലോകത്തെ കീഴടക്കിയ നിന്റെ ദൈവമുണ്ട് എന്നുള്ള ചിന്ത. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തില് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കൂടെ ദൈവമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും ജീവിതത്തില് നിരാശയിലൂടെ കടന്നു പോകത്തില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ലോകത്തെ കീഴടക്കിയ എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും, എന്നെ കാത്തുപരിപാലിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മളൊക്കെ ഇന്ന് നിരാശയിൽ വേദനിച്ച് നീറിക്കഴിയുന്ന വ്യക്തികളായിട്ട് മാറുക. എന്നും കരഞ്ഞുറങ്ങുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരിക. കാരണം സമ്പത്തുണ്ടായിരിക്കാം, സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുന്നവരുടെ എണ്ണവും ഇന്ന് കൂടി വരികയാണ്. ഈശോ കൂടെയുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവത്തില്ല എന്നല്ല വചനം പറയുന്നത്, മറിച്ച് ഈ പ്രയാസവും ഈ ബുദ്ധിമുട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ഓർക്കുക, നിന്നെ സംരക്ഷിക്കാനായിട്ട് നിന്റെ ദൈവമുണ്ട്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത, നിന്നെ സംരക്ഷിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റണം. കൂടെ ദൈവമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും കരഞ്ഞ് ജീവിക്കത്തില്ല. അവന്റെ ജീവിതത്തില് പ്രയാസം ഉണ്ടാകുമ്പോൾ അത് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കും. എന്നിട്ട് അവൻ സന്തോഷിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് തയ്യാറാവും. നമ്മുടെ ജീവിതത്തിലും ഈ ബോധ്യം വീണ്ടെടുക്കാൻ പറ്റണം. നമുക്കും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാം. അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. കൂടെയുള്ള ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കണം. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒരിക്കലും നീ നിരാശപ്പെടരുത്. നിന്നെ സംരക്ഷിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നീ അവന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യേ. അങ്ങനെ ചെയ്താല് ഉറപ്പായിട്ടും എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നിനക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാനായിട്ട് കൂടെയുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.